ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാണിയംകുളത്തുനിന്ന് ഒരു 5 കിലോ മഞ്ഞൾ വാങ്ങി. അപ്പോൾ മഞ്ഞളിന് വില 50 രൂപയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇനി പിസ്ക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാൻ 5 കിലോ വാങ്ങിയിട്ട് പിന്നെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വില 30 രൂപ ഒക്കെയാണെന്ന് പറഞ്ഞു. എന്തായാലും ഒരു ചേച്ചിയോട് ആ ചേച്ചി എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കണതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിസ്ക്കാൻ പറ്റില്ല. അവർ വെള്ളമൊക്കെ ഒഴിച്ച് പറിച്ച് ഈ വേനൽക്കാലത്ത് നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും 5 കിലോ ഞാൻ വാങ്ങി. അന്ന് 2 കിലോ എടുത്തിട്ട് കുറച്ച് നടണം. പിന്നെ മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ ഒരു 5-6 കഷ്ണം മാറ്റി വെച്ചു. രാവിലെ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ് വേഗം പണിയെടുക്കണത്. രാവിലെ ഒരു 8 മണിക്ക് വിജയേട്ടൻ പണിക്ക് പോയി. അത് കഴിഞ്ഞിട്ടുള്ള ശേഷമാണ് ഞാൻ ഇപ്പോൾ പണിയെടുക്കുന്നത്. എന്തായാലും 10 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും വേഗം ഒരുക്കണം. ഇന്ന് കുറച്ച് വൈകിട്ട് തന്നെ പോണത്. 10 മണിയുടെ ഒരു ബസ്സിനാണ് പോണത്. അങ്ങനെ മഞ്ഞൾ കുറച്ച് മാറ്റിയേക്കും ചെയ്ത് കുറച്ച് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഇനി കഴുകാൻ പോവാണ് കേട്ടോ. അച്ഛൻ എന്തായാലും അവിടെ ഉണ്ട്. അച്ഛൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ വിജയേട്ടൻ പണിക്ക് പോയി. മോനെ അങ്ങോട്ട് പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ എന്തായാലും കാണല്ലേ. ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ചെയ്യട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ്. അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. അങ്ങനെ മഞ്ഞൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നല്ലോണം മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഉണ്ടാവുന്നത് കുഴപ്പമില്ല. വേനൽക്കാലമായാലും ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തുള്ള കാരണം കിണറ്റിലത്തെ വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം അടിയിലുള്ളൂ. കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് അവിടെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ വെള്ളം കഴുകിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഞാൻ മുറ്റത്താണ് ഒഴിച്ചത്. കാരണം നിറയെ പൂഴിയായിരുന്നു. അപ്പോൾ എത്ര അടിച്ചാലും പൂഴി വരിക. അപ്പോൾ ചാണകം തേക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ആ വെള്ളം ഞാൻ തളിക്കാൻ വേണ്ടി മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ തീയൊക്കെ കൂട്ടി കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സമയം അപ്പോഴേക്കും 9:15 ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വീട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു ചേച്ചി നന്നായിട്ട് പണിയെടുക്കും. ഒരു മഞ്ഞളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളറിയണ ഇത് കാരണം നമുക്കങ്ങനെ വില പിസ്ക്കാനൊന്നും പറ്റില്ല. നമ്മളെ പോലെ പാവപ്പെട്ടൊരു വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് അച്ഛന് പാവട്ടോ. അച്ഛൻ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മകനെ വിളിക്കണതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അച്ഛനെ അത് കണ്ടപ്പോൾ സങ്കടമായി കേട്ടോ. കാരണം കണ്ണിൻ്റെ കാഴ്ച കുറച്ച് ഇങ്ങനെ കമ്മിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മക്കൾക്ക് ചേച്ചിമാർക്ക് അറിയുമെന്ന് അറിയില്ല. കാരണം ഞാൻ പറയാറുണ്ട് അച്ഛനിങ്ങനെ അറിയില്ല. അച്ഛനാണെങ്കിൽ ചെറിയ അക്ഷരങ്ങളൊക്കെ കാണുന്നതാണ്. 80 വയസ്സായി ആവാറായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാഴ്ച നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മാസം മുന്നേ അച്ഛന് അറ്റാക്ക് വന്ന ശേഷമാണ് കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നഷ്ടപ്പെട്ടത്. അപ്പോൾ അച്ഛൻ ആ ഫോണെടുത്ത് നോക്കണ ഭാഗമാണ് കാണിച്ചത്. കണ്ടപ്പോൾ എന്തായാലും സങ്കടമായി. അച്ഛൻ കാണാതെ ഞാൻ ആ വീഡിയോ എടുത്തതാണ്. അച്ഛൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എങ്ങനെയാണ് അവർ ഫോൺ വിളിക്കണമെന്ന് നോക്കിയതാണ്. അങ്ങനെ സൂക്ഷിച്ചിട്ടാണ് നോക്കണത്. അപ്പോൾ അത് ഞാൻ എടുത്തു എന്നുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഫോണ് അച്ഛൻ്റെ കയ്യിൽ കൊടുന്നു. ചേച്ചിയുടെ മകൻ്റെ നമ്പർ എടുത്തായോ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ ഫോണൊക്കെ വിളിച്ചു. അപ്പോൾ അച്ഛൻ കാണാതെ ഞാൻ കൊടുത്താണ്. വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം അങ്ങനെയാണ്. കണ്ണിൻ്റെ കാഴ്ച എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ 40 കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറച്ച് ഇതാവാൻ തുടങ്ങി. മിഷീൻ്റെ ഇതിലല്ലേ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോഴേക്കും മഞ്ഞൾ അവിടെ എന്തായാലും വേവട്ടെ. അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വെള്ളത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീടിൻ്റെ ഒരു 5 മിനിറ്റ് നടക്കാൻ തന്നെ ഉള്ളൂ. ഞാനെന്തായാലും വെള്ളം കോരിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ
കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പേര് ഞാൻ വായിക്കുന്നില്ല, പേര് ഞാൻ വായിക്കാം. 2 ദിവസം കൊണ്ട് കഴിയട്ടെ പേരൊക്കെ ഞാൻ വായിക്കാം. ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് കേട്ടോ. കാരണം അത് ഞാൻ പേര് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പേരൊക്കെ എനിക്ക് കാണാപ്പാടാണ്. ഞാൻ പറയാറില്ലേ 13-15 പേരിൽ അങ്ങനെ കമൻറ്റ് ഇതിൽ വരാറില്ല. അപ്പോൾ അവരുടെ പേരെന്തായാലും നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ പോലുള്ള ഇത് കാരണം നമുക്ക് അവരുടെ പേര് അറിയാൻ പറ്റും, അവരെ അറിയാൻ പറ്റും. നന്നായി പറയും, ഇല്ലെങ്കിൽ ഇല്ല പറയും. സമയം 9:30 കഴിഞ്ഞു, 9:45 ആകാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വെയിലൊക്കെ നല്ല കണ്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു മുറ്റടിക്കണം. മുറ്റടി കഴിഞ്ഞ് പിന്നെ പണികളൊക്കെ കഴിഞ്ഞു. കാരണം ആരും ചീത്ത പറയാനൊന്നും ഇല്ലാത്ത കാരണം പിന്നെ വൈകിയായിട്ടാണ് മുറ്റൊക്കെ അടിച്ചത്. അപ്പോൾ തിരുമ്പാനുള്ളത് വന്നിട്ട് തിരുമ്പാൻ വിചാരിച്ചു. ഞാൻ കല്ലിൻ്റെ അവിടെ കൊണ്ടുവച്ചു തിരുമ്പാനുള്ളതൊക്കെ. ഇപ്പോൾ സമയമില്ല. ഇനി മഞ്ഞൾ ഞാൻ എന്നിട്ട് ഇറക്കി വെച്ച് വെള്ളമൊക്കെ ഊറ്റിയിട്ട് അവിടെ വെച്ചു. എന്നിട്ട് അച്ഛനാണ് നുറുക്കി തന്നത്. എന്നിട്ട് ഞാനത് വെയിലത്തിട്ടു. അങ്ങനെ 9:30-ക്കാണ് മുറ്റടിക്കണത്. എന്താ ഇത്ര നേരം സമയമൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഏട്ടനും പിന്നെ വീട്ടിലത്തെ പണിയോടൊക്കെ കഴിയുമ്പോഴേക്കും നേരം വൈകി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അച്ഛനെ കാണാൻ ഇരുന്ന് അടിക്കുന്നത് കാണാം. അച്ഛൻ എല്ലാ പണിയെടുക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ വയ്യാത്ത കാരണം. എന്നാലും ഇപ്പോഴും അത് അച്ഛൻ കൊപ്ര പൊളിക്കലും എല്ലാതും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അത് ശ്വാസം മുട്ടൽ അധികമാകും. അങ്ങനെയാണ് അച്ഛൻ എത്രയും എടുക്കണ്ട പറഞ്ഞാലും പണിയെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, ബായ്.